വേദശാസ്ത്ര ദർശനങ്ങളെ ലളിതമായി വ്യാഖ്യാനിച്ച പ്രശസ്ത ഗ്രന്ഥകർത്താവും 4 പതിറ്റാണ്ടിലേറെക്കാലം സഭാ ശുശ്രൂഷ രംഗത്ത് മാതൃകാപരമായ ഇടയ പരിപാലനം നടത്തുകയും ചെയ്ത ധന്യ വ്യക്തിത്വം റവറൻഡ് ഡോക്ടർ ഡി ഡേവിഡ്. ബലമുള്ള കൈയും നീട്ടിയ ഭുജവും ഉൾപ്പെടെയുള്ള തൻ്റെ ശ്രദ്ധേയമായ രചനകളിലൂടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ വായനക്കാരിലേക്ക് പകർന്നു നൽകിയ ഈ ആത്മീയ പ്രഭാഷകനാണ് ഇന്ന് ആത്മീയ രേഖകളിൽ നമ്മുടെ അതിഥി. എൻ്റെ സ്വദേശം വിളപ്പിൽശാലയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭം അവിടെയായിരുന്നു. തുടർന്ന് ഞാൻ വൈദിക പഠനത്തിൽ കണ്ണമൂല സെമിനറിയിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം ദക്ഷിണ കേരള മഹാ ഇടവക ഒരു വൈദികനായി നിയോഗിക്കപ്പെടുകയും ഔദ്യോഗിക ജീവിതം ആരംഭിക്കുകയും ചെയ്തു. ജീവിത സന്ദർഭത്തിൽ പല സ്ഥലങ്ങളിലും ഇടവക പട്ടക്കാരനായും ഡിസ്ട്രിക്ട് അധ്യക്ഷനായും ആന്ധ്രാപ്രദേശിൽ ബൈൻസ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ മിഷണറി പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഡയസിസിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മേൽ ചുമതലകൾക്കായി എൻ്റെ മാനേജർ സ്ഥാനം കുറച്ച് നാൾ നിർവഹിക്കുവാനുള്ള അവസരവും എനിക്ക് ലഭിച്ചു. വൈദിക ശുശ്രൂഷയിൽ 40 വർഷത്തെ സേവന കാലഘട്ടമാണ് ദൈവം എനിക്ക് അനുവദിച്ച് തന്നത്. ഇപ്പോൾ ഞാൻ വിശ്രമ ജീവിതത്തിലാണ്. മക്കളോടൊപ്പം ദൈവകൃപയിൽ ആശ്രയിച്ച് ആത്മസമർപ്പണത്തോടുകൂടെ ജീവിതകാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നു. അക്കൂട്ടത്തിൽ പല ഇടവകളിലും ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാറുണ്ട്. തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കാറുണ്ട്. ദൈവവചനവും ഞാൻ സാക്ഷിക്കാറുണ്ട്. ദൈവം തരുന്ന ശരീരസുഖവും ആത്മബലവും പ്രാർത്ഥനയുടെ ശക്തിയും ഈ കാര്യങ്ങളിൽ നിലനിർത്തി മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ മഹത്വകരമായ ഇടപെടൽ ജീവിതത്തിൽ നൽകുന്നതാണ് എൻ്റെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്നത്. അവയെ ഞാൻ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ വിനയപ്പെടുന്നു. എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ തന്നെ കവിതകളോട് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. കുമാരനാശാൻ്റെയും വള്ളത്തോളിൻ്റെയും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെയും ഒക്കെ കവിതകൾ സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഡിഗ്രി ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് സെമിനറിയിൽ ചേർന്നത്. സെമിനറിയിൽ ഫസ്റ്റ് ഇയർ ആയപ്പോൾ തന്നെ അവിടെ സെമിനറി മാഗസീൻ വേണമെന്നുള്ള ഒരു താല്പര്യം എല്ലാവർക്കും ഉണ്ടായി. അപ്പോൾ അതിലേക്കുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. എഡിറ്ററായി എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. ചീഫ് എഡിറ്റർ എന്നുള്ള ഒരു പദവിയൊക്കെ പേരെല്ലാം കൊടുത്ത് ആ വിധത്തിൽ അതിനെ മോഡിഫൈ ചെയ്തെടുക്കണം എന്നുള്ള ഒരു ഉപദേശം അധ്യാപകരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും എനിക്ക് ലഭിച്ചു. അങ്ങനെ എഴുതാനും സംസാരിക്കാനും ഇടപെടാനും കഴിവുള്ള സഹപാഠികളുമായി ബന്ധപ്പെട്ട് ലേഖനങ്ങൾ, കഥകൾ, പ്രസംഗങ്ങൾ, ഇങ്ങനെയുള്ള കവിതകൾ, ഗാനങ്ങൾ, ഇത്തരത്തിലുള്ള വിവിധ ഐറ്റങ്ങളെല്ലാം സമാഹരിച്ച് അത് പ്രസിദ്ധീകരിച്ചു. ആ അവസരത്തിൽ ഞാനും കവിത എഴുതിയിട്ടുണ്ട്. അപ്പോൾ സെമിനറിയിലുള്ള ഈ ഒരു പരിശ്രമത്തിൻ്റെ സമയത്ത് പല ആളുകളും നമ്മുടെ പരസ്പരം ഞങ്ങൾ സംസാരിക്കുന്നതിലും ചർച്ചകൾ ചെയ്യുന്നതിലുമൊക്കെ കൊള്ളാം എന്നുള്ളൊരു പ്രോത്സാഹനം തരിക പതിവാണ്. അപ്പോൾ കവിത എഴുതി അതിൻ്റെ ആ സ്ക്രിപ്റ്റ് കൂട്ടുകാർ വായിച്ച് കേട്ടപ്പോഴത്തേക്ക് കൊള്ളാമല്ലോ, അവരുടെ പേര് പറഞ്ഞ് കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് തോളിലൊക്കെ തട്ടി ആ വിധത്തിലുള്ള ഒരു എൻകറേജ്മെൻറ്റ് അധ്യാപകരിൽ നിന്നും കിട്ടി. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് അവസരം കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ എഴുതണം എന്നുള്ള ഒരു ചിന്ത വന്നു.
പിന്നെ ശുശ്രൂഷ കാര്യങ്ങളൊക്കെ ഇടവക തലത്തിലുള്ള വേലകൾ ചെയ്യുമ്പോൾ നമുക്ക് ആ വിധത്തിൽ മൈൻഡ് സെറ്റ് ചെയ്ത് വരിക എളുപ്പമല്ല. അപ്പോൾ അവിടെ ആളുകളുടെ കാര്യങ്ങളിൽ ഇടപെടണം, ആരാധനാ രീതികളെ സംബന്ധിച്ചിട്ടുള്ള ക്രമങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്, അത്യാസന്ന കേസുകൾ അറ്റൻഡ് ചെയ്യാനുണ്ട്, പിന്നെ നമ്മുടേതായ പേഴ്സണൽ കാര്യങ്ങൾ, നമ്മുടെ ഫാമിലി കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വിഷയങ്ങളോട് ബന്ധപ്പെടുക സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഈ എഴുത്ത് ശൈലിയും മറ്റു കാര്യങ്ങളിലേക്കും അങ്ങനെ ഒരു ആഴമായ ഇടപെടൽ ആ അവസരത്തുണ്ടായില്ല. റിട്ടയർ ആയതിനു ശേഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പുസ്തകം ബലമുള്ള കൈയും നീട്ടിയ ഭുജവും എന്നുള്ള ആ പുസ്തകം എഴുതാനായിട്ടുള്ളൊരു പ്രേരണ എനിക്കുണ്ടായത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ വേദശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്തുന്ന സമയം ഞാൻ എഴുതിയ തീസിസിൻ്റെ ഒരു പുസ്തക രൂപത്തിലാണ് ഗുരുവിദ്യ എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുവാനിടയായത്. അപ്പോൾ ദൈവം ആ വിധത്തിൽ പുസ്തകങ്ങളിൽ ഉള്ള ഒരു താല്പര്യവും ഒരു കണക്ഷനും എനിക്ക് തന്നു. ഞാനത് പ്രയോജനപ്പെടുത്തി, 2 പുസ്തകങ്ങളിലൂടെ അത് പ്രയോജനപ്പെടുത്തി. ദൈവിക ചിന്തയും ദൈവത്തിൽ നിന്ന് നമുക്ക് തരുന്ന ദൈവിക അനുഭവങ്ങളും നമുക്ക് മാറ്റി നിർത്തുവാനായിട്ട് സാധ്യമല്ല. ദൈവവിശ്വാസത്തിൽ പരിശീലിക്കപ്പെട്ട ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. എൻ്റെ മാതാപിതാക്കൾ ആ വിധത്തിലാണ് എൻ്റെ സഹോദരങ്ങളെയും ഞാൻ ഉൾപ്പെടെയുള്ള ഫാമിലി മെമ്പേഴ്സിനെയും പരിപാലിച്ചത്. അപ്പോൾ എനിക്ക് ആ ഒരു സ്വാധീനം എപ്പോഴും എനിക്കുണ്ട്. പിന്നെ എൻ്റെ ശൈശവകാലം ആധ്യാത്മികമായ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ആളുകളുമായി ഇടപെടുന്നതിനുള്ള അവസരം കിട്ടി. കാരണം എൻ്റെ പിതാവ് ഡയസിസിലെ ഒരു ഇവാഞ്ചലിസ്റ്റായിരുന്നു. നമ്മൾ സുവിശേഷകൻ എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തി ചെയ്ത അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം സഭകളിലാണല്ലോ സേവ ചെയ്തത്. അപ്പോൾ ആ ഒരു കണക്ഷൻ എൻ്റെ ബാല്യപ്രായത്തിലും യൗവനപ്രായത്തിലും എനിക്ക് കിട്ടി. അത് വലിയ ഈ ഫീൽഡിൽ ഞാൻ നിൽക്കുന്നത് സംബന്ധിച്ച് ഏറ്റവും വലിയ സ്വാധീനമാണ്. പിന്നെ അമ്മയുടെ സ്വാധീനം എന്ന് പറയുന്നതും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് കിട്ടേണ്ടുന്ന പ്രോത്സാഹനവും പ്രചോദനവും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഞാൻ വളർന്നു വന്ന ആ ഒരു സമൂഹത്തിൻ്റെ ബന്ധത്തിലും എനിക്ക് കിട്ടിയെന്ന് പറയുന്നതിൽ വളരെ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ട്. അക്കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ പല വിധത്തിലുള്ള ആലോചനകൾക്കും പല വിധത്തിൽ ഈ വരുന്ന ആലോചനകളെ എങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റും, പള്ളിയിൽ പോയി ആരാധന നടത്തി പ്രസംഗങ്ങളൊക്കെ നടത്തി അത് ഒരു രീതി, നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വശമാണത്. അതിനോടൊപ്പം തന്നെ ലിഖിത രൂപത്തിൽ സംഗതികൾ മുന്നോട്ട് നയിക്കാനുള്ള സാഹചര്യങ്ങളും ദൈവം എനിക്ക് തന്നു. അങ്ങനെയാണ് ചെറിയ ചെറിയ പദ്യങ്ങളൊക്കെ എഴുതി ഞങ്ങളുടെ മഹായിടവകയിലെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ക്രൈസ്തവ ദീപികയിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പള്ളിയിലൊക്കെയുള്ള മെമ്പേഴ്സ്, നമ്മളെയൊക്കെ അറിയുന്ന ആളുകൾ അത് വായിച്ച് കഴിയുമ്പോൾ അച്ചോ അത് കൊള്ളാം, ഇനിയും അച്ഛൻ എഴുതണം, ആ വിധത്തിലൊക്കെയുള്ള പ്രോത്സാഹനങ്ങളൊക്കെ തന്ന് ഉത്സാഹിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് പിന്നെ എൻ്റെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് ഗുരുവിദ്യ എന്നുള്ള പുസ്തകം ഞാൻ രചിച്ചത്. അത് സംബന്ധിച്ച് സഹപാഠികളിലും അധ്യാപകരിലും നല്ലൊരു ഒത്താശയാണ് എനിക്ക് തന്നത്. പിന്നെ സമയം കിട്ടുമ്പോൾ പുസ്തകങ്ങൾ വായിക്കണം, പുസ്തകങ്ങൾ എഴുതാനുള്ള താല്പര്യം വരികയാണെങ്കിൽ അത് വിട്ടുകളയരുത്. ആ വിധത്തിൽ എന്നെ ബലപ്പെടുത്താൻ, ഉറപ്പിക്കുവാൻ ആ ഒരു കൂട്ടായ്മ എന്നെ സഹായിച്ചു എന്നുള്ളത് എടുത്തു പറയുവാനുള്ള ഒരു സംഗതിയാണ്. ഞാൻ ഈ പുസ്തകം എഴുതാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് എൻ്റെ വലത് കൈയിലെ ഒരു വിരൽ മടങ്ങിയിരിക്കുകയായിരുന്നു. അതൊരു സ്ഥലത്ത് ഇടിച്ച് ഉണ്ടായതാണ്. അപ്പോൾ എനിക്കത് വലിയൊരു വിഷമമായിരുന്നു. പേന പിടിക്കുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഇത് ആരംഭ സമയം. അത് എഴുതി പുസ്തകമൊക്കെ പേപ്പർ ഇങ്ങനെ എഴുതി ഒരു 3 അധ്യായമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കിപ്പോൾ ഇതിങ്ങനെ നിവർത്തി വയ്ക്കാനായിട്ട് കഴിയുന്നല്ലോ എന്നൊരു തോന്നൽ.
പിന്നീട് അത് പബ്ലിഷ് ചെയ്തപ്പോൾ വളരെ വളരെ ക്ലിയറിങ് കിട്ടി. നല്ല സുഖമായി എൻ്റെ വിരൽ ദൈവം എനിക്ക് തന്നു. ഇതെനിക്ക് ശാരീരികമായി ലഭിച്ച ഒരു അനുഗ്രഹമാണ്. പലതരത്തിലുള്ള അസ്വസ്ഥതകളും രോഗത്തിൻ്റെ കാഠിന്യങ്ങളും ഒക്കെ എനിക്കുണ്ട്. എങ്കിലും നിലംപരിചാകാതെ സർവശക്തനായ ദൈവം എന്നെ വഴി നടത്തുന്നു. ആ അനുഗ്രഹത്തിന് മുന്നിൽ ഞാൻ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും കുമ്പിടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം രചിച്ച ഗുരുവിദ്യ എന്ന പുസ്തകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഗുരുവിദ്യ ഭാരതത്തിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട ആശയമാണ് ഗുരു എന്നുള്ള പദം. അതൊരു സംസ്കൃത പദമാണ്. നമുക്ക് വിദ്യ തരുന്ന ആളിനെയാണ് ഗുരു എന്ന് പറയുന്നത്. ഇരുട്ടകറ്റി വെളിച്ചം പകർന്നു തരാൻ നമുക്കുണ്ടാകുന്ന പ്രേരണ ഗുരുവിലൂടെ ഒരു മനുഷ്യനെ പ്രാപിക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു ധർമ്മം അനുഷ്ഠിക്കുന്ന ആളിനെയാണ് ഗുരു എന്ന് പറയുന്നത്. അധ്യാപകൻ എന്ന് പറയാം, ടീച്ചർ എന്ന് പറയാം. ആ വിധത്തിലുള്ള നമുക്ക് പരിചയമുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് അതിനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ബൈബിളിൽ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിനെ ഗുരു എന്ന് പറയുന്നുണ്ട്, സംബോധന ചെയ്യുന്നുണ്ട്. യേശുവിനെ ക്രിസ്തു, മഷിഹ, ലോഡ് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള കൂട്ടത്തിൽ ഈ ഗുരു എന്നുള്ള വാക്ക് ചേർത്തിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞ കർത്താവ്, മഷിഹ, ക്രിസ്തു ഈ വാക്കുകൾ യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെ സംബന്ധിച്ച് പുതിയ നിയമ എഴുത്തുകാർ നിലനിർത്തിയ പദങ്ങളാണ്. അതിന് തുല്യമായ ഒരു പദം എന്നുള്ള നിലയിൽ ഗുരു എന്നുള്ള പദം വന്നിട്ടില്ല. ആളുകൾ നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് ഗുരു ആ വിധത്തിൽ സംസാരിക്കുമായിരുന്നു ക്രിസ്തുവിനോട്. മാർത്ത മറിയ എന്ന് പറയുന്ന രണ്ട് വിശ്വാസികളുടെ വീട്ടിൽ യേശു പോകുമ്പോൾ മൂത്തയാൾ വളരെയേറെ ജോലിത്തിരക്കിലൊക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ മറിയ പറയുന്നു, ഇതാ ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. അപ്പോൾ വേറെ ചില ആളുകൾ റബി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഗുരു എന്നാണ്. ഗുരു, എനിക്ക് അങ്ങേ അനുഗമിപ്പാൻ ആഗ്രഹമുണ്ട്. ഈ വിധത്തിലുള്ള സംസാരങ്ങളൊക്കെ ക്രിസ്തുവിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, ക്രിസ്തുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ഒരു രീതി പുതിയ നിയമ സുവിശേഷ ഭാഗങ്ങളിൽ നിന്ന് നാം പഠിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ നേരിട്ട് സംബോധന ചെയ്യുന്ന ഒരു പദമെന്നുള്ള വിലയെ ആ വാക്കിന് പൊതുസമൂഹത്തിൽ ഉള്ളൂ. എങ്കിലും ഈ കർത്താവ് എന്ന് പറയുന്ന, മഷിഹ എന്ന് പറയുന്ന, ക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു വാലിഡിറ്റി ഗുരു എന്ന് പറയുന്ന സമയം യേശുക്രിസ്തുവിൽ നിന്ന് അനുഭവിക്കുവാൻ പലർക്കും പറ്റുന്നില്ല. അപ്പോൾ ആ വിധത്തിലുള്ള ഒരു വേദശാസ്ത്ര വികസനം യേശുക്രിസ്തുവിൻ്റെ ആളത്വം സംബന്ധിക്കുന്ന വാക്കുകളുടെ പട്ടികയിൽ ചേർക്കേണ്ടതല്ലേ ഭാരത സംസ്കാരത്തിൻ്റെയും ഭാരത ചിന്തയുടെയും അടിസ്ഥാനത്തിൽ എന്നുള്ള ഒരു താല്പര്യം എനിക്കുണ്ടായി. ആ ഒരു മികവിലാണ് ഈ ഒരു ഗ്രന്ഥം രചിക്കുവാനായി ഞാനിടയായത്. അപ്പോൾ അത് സംസ്കൃതത്തിൽ ബ്രഹ്മൻ എന്ന് പറയുന്ന ഒരു പദമുണ്ട്. ബ്രഹ്മൻ ഗുരുവാണ്. അപ്പോൾ യേശുവിനെ ആളുകൾ ഗുരു എന്ന് വിളിച്ചാൽ ആരെയാണ് വിളിക്കുന്നത്? കർത്താവ് എന്ന് പറയുന്ന ആളെയാണ് വിളിക്കുന്നത്. ക്രിസ്തു എന്ന് പറയുന്ന ആളിനെയാണ് ഈ ഗുരു എന്ന് വിളിക്കുന്നത്. മഷിഹ എന്ന് പറയുന്ന ഈ വ്യക്തിയെയാണ് ഗുരു എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാൻ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചു, ആ വിധത്തിൽ പുതിയ നിയമ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തി, അത് ശരി തന്നെ. എന്നിരുന്നാലും
അതിന് തള്ളിക്കളയാനാകാത്ത ഒരു വില ഉണ്ട് എന്നുള്ള ഒരു ആർഗ്യുമെൻ്റാണ് എനിക്ക് വയ്ക്കുവാനുള്ളത്. അപ്പോൾ ദൈവം ആ വിധത്തിൽ ഞാൻ ഹൈന്ദവ വിശ്വാസത്തിൽ ബ്രഹ്മന് നൽകുന്ന ആ ഒരു ആദരവ്, നാം യേശുവിനെ ഗുരു എന്ന് പറയുമ്പോൾ നമുക്കത് കണ്ടെത്തുവാനായി കഴിയും. ദി ആൾമൈറ്റി ഗോഡ് എന്ന് നാം യഹോവ എന്ന് പഴയ നിയമത്തിൽ പറയുന്ന ദൈവിക പദത്തെ പൂർണ്ണമായി ദൈവാംശത്തിൽ നാം കാണുന്നത് പോലെ ഗുരു എന്ന് യേശുവിനെ ഉദ്ദേശിച്ചു കൊണ്ട് പറഞ്ഞാൽ ആ ഒരു വില ഉണ്ട്. ഹീ ഈസ് ദ ലോർഡ്, ഹീ ഈസ് ഗോഡ്. ഈ ഗുരു, നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ഗുരു, യേശുവിന് ആ ഒരു പവർ കണ്ടെത്തുവാനായി ബൈബിൾ തടസ്സമല്ല എന്നുള്ളതാണ് ഞാൻ ആ പുസ്തകത്തിൽ പറയുന്നത്. അടുത്ത പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ബലമുള്ള കൈയും നീട്ടിയ ഭുജവും എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. നമുക്ക് ദൈവം ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയ വിധങ്ങൾ അത്ഭുതകരമായിരുന്നു. ഫറവോൻ്റെ അടിമത്തത്തിലായിരുന്നു അവർ. അവിടെ നിന്ന് മോശ എന്ന് പറയുന്ന ഒരു ദൈവദാസനിലൂടെ നേതൃത്വം കൊടുത്ത് ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് അവരെ കനാനിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. പെസഹ എന്ന് പറയുന്ന ഒരാചാരം ദൈവം അനുഷ്ഠിക്കുവാനായി അവരോട് കൽപ്പിച്ചു. അവരതനുസരിച്ചു. അങ്ങനെയാണ് പെസഹയുടെ ഒരുക്കങ്ങൾ നടക്കുന്ന ആ ഒരു ദിവസം രാത്രിയിൽ മിസ്രൈമിൽ ആയിരുന്ന ജനസമൂഹത്തെ ദൈവം അത്ഭുതകരമായി വിടുവിച്ചത്. അപ്പോൾ ഫറവോൻ്റെ കഠിനമായ ഇടപെടൽ ഈ സമൂഹത്തിന് ഏൽപ്പിച്ച മുറിവെന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ കഠിന അടിമത്വത്തിൽ നിന്നുള്ള ഒരു വിടുതൽ ലഭിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിൻ്റെ നല്ല നാളുകളായിരുന്നു. ആ വിശ്വാസത്തിൽ അവരുടെ എഴുത്തുകാർ ഇങ്ങനെ എഴുതി: ബലമുള്ള കൈയിലും നീട്ടിയ ഭുജം കൊണ്ടും ദൈവം ഞങ്ങളെ സുരക്ഷിതത്തോടുകൂടെ ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വന്നു ചേരുവാൻ സഹായിച്ചു. സങ്കീർത്തനങ്ങളിൽ അത് പറയുന്നുണ്ട്, പ്രവചന പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. വിവിധ സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ദൈവത്തിൻ്റെ ഭുജബലത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കരങ്ങളുടെ ശക്തിയെക്കുറിച്ചും കൈതാങ്ങലിനെക്കുറിച്ചും അതിശക്തിയായി പറയുന്നു. ഇങ്ങനെ പറയുമ്പോൾ ഇസ്രായേൽ ജനത്തിന് മാത്രമേ ദൈവം ഇങ്ങനെയുള്ള നന്മകൾ ചെയ്യുന്നുള്ളോ എന്നൊരു സംശയം ഒരു സാധാരണ മനുഷ്യനുണ്ടാകാം. ആ ഒരു സംശയം എൻ്റെ ഉള്ളിൽ വളരെ ചിന്തകളുണ്ടാക്കി. ക്രിസ്തുവിനെ കാൽവരി ക്രൂശിലെ ഒരു ദർശനം എൻ്റെ മനസ്സിൽ വന്നു. കൈകളിങ്ങനെ നീട്ടപ്പെട്ട് തല ചായ്ച്ച് ക്രൂശിൽ കിടക്കുന്ന ആ ഒരു രൂപം, ക്രൂശിൽ കിടക്കുന്ന യേശുവിൻ്റെ നീട്ടിയ കരങ്ങൾ, ക്രൂശിൽ തലചായ്ച്ച് കിടക്കുന്ന ആ രംഗം ലോകമനസാക്ഷി കണ്ടിട്ടുള്ളതാണ്, ഇന്നും കാണുന്നതാണ്. പല മതങ്ങളിൽ വിശ്വസിക്കുന്നവർ ഇത് കാണുന്നു. ഇസ്രായേൽ ജനം ഉൾപ്പെടെ എല്ലാവരും ഇത് കാണുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ പറയുന്ന നീട്ടിയ ഭുജവും ബലമുള്ള കൈയുമെന്നുള്ള ആ വാക്യം യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. യേശു ചെയ്ത ശുശ്രൂഷയുടെ സമ്പൂർണ്ണത കാണുന്നത് ക്രൂശിലാണല്ലോ. ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ വിമോചനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, മനുഷ്യനെ അനുഗ്രഹിക്കുവാനായി ദൈവം ചെയ്യുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ, ദൈവത്തിൻ്റെ ഭുജം എത്രയോ ധന്യമായിതാ
ക്രൂശിൽ വെളിപ്പെട്ടിരിക്കുന്നു. ആ ഒരു അടുപ്പമാണ് ബലമുള്ള കയ്യും നീട്ടിയ ഭുജവും എന്ന ഈ പുസ്തകത്തിൽ എനിക്ക് എഴുതുവാനായി ലഭിച്ച ഒരു പ്രേരണ. അപ്പോൾ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ഒരു പ്രേരണ ലഭിച്ചത് ബിപിൻ ലാൽ എന്ന് പറയുന്ന ഒരു അച്ഛൻ എന്നോടൊപ്പം തൊഴുക്കൽ സഭയിൽ ഞാൻ സേവനം അനുഷ്ഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ റിട്ടയറായി കഴിഞ്ഞാൽ ഒരു പുസ്തകം എഴുതണം, ഞങ്ങൾ പ്രസംഗങ്ങളിലും ആരാധനകളിലും ഇടപെട്ട ആ ഒരു പരിചയം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 അച്ഛന്മാരാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രേരണയായിരുന്നു. പിന്നെ ഇടവകയിലെ പല ആളുകളും അച്ഛനിനി പെൻഷൻ, അവിടെ ഇരുന്നാണ് ഞാൻ പെൻഷനായത്, പെൻഷനാകുമ്പോൾ പുസ്തകങ്ങൾ എഴുതാൻ പറ്റിയാൽ എഴുതണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെൻ്റെ മനസ്സിൽ കിടന്നു. കൊറോണ സമയം 2020 ആ കാലഘട്ടത്തിലാണ് എനിക്കിത് എഴുതാനുള്ള അവസരം ലഭിച്ചത്. ഞാൻ വളരെ പ്രാർത്ഥനയോടും സമർപ്പണത്തോടും ഇതിൻ്റെ രൂപീകരണത്തിനായി സ്ക്രിപ്റ്റ് ആരംഭിച്ചു. സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി ഞങ്ങളുടെ മഹാ ഇടവകയിലെ ജയരാജ് അച്ഛനെ കാണിച്ചു. അപ്പോൾ അച്ഛൻ അത് വളരെ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച് അച്ഛനത് വായിച്ച് യുവജനങ്ങൾക്ക് പഠന പുസ്തകമാക്കി ഇത് വേർതിരിക്കാനായി ഒരു ശുപാർശ നൽകുകയുണ്ടായി. അങ്ങനെ യുവജനങ്ങൾ ഇത് വായിച്ച് പഠിച്ചതിന് ശേഷം, ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് പഠിച്ചതിന് ശേഷം അവർ അന്നത്തെ തിരുമേനി ധർമ്മരാജ റസാലം തിരുമേനിയുടെ അനുവാദത്തോടുകൂടെ പബ്ലിഷ് ചെയ്ത് യുവജനങ്ങളുടെ ഡയസിഷൻ യുവജനങ്ങളുടെ ഒരു പഠന ഗ്രന്ഥമാക്കി അംഗീകരിക്കുകയും അത് പള്ളികളിൽ CUIF ശാഖകളിൽ വിതരണം ചെയ്ത് ഒരു പഠന സഹായിയായി ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തിയ ഒരു പുസ്തകമാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവം ഇസ്രായേൽ ജനത്തിനെ അത്ഭുതകരമായി വിടുവിച്ചതിനെ ഓർത്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ നന്മ ലഭിച്ചത് ബലമുള്ള കൈയുടെയും നീട്ടിയ ഭുജത്തിൻ്റെയും അനുഗ്രഹത്താലാണ്. ആ അനുഗ്രഹം മാനവരാശി ഇന്നും അനുഭവിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെയാണ് അത് നമുക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞത്. 5 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിലോടുകൂടെ ഈ പുസ്തകം ഉപസംഹരിക്കപ്പെടുകയാണ്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം, പാപമോചനത്തിനായി ക്രിസ്തുവിൻ്റെ ജീവൻ നൽകുക എന്ന ദൈവിക ലക്ഷ്യം പൂർത്തീകരിപ്പാൻ യേശുക്രിസ്തുവിൻ്റെ കരങ്ങൾ നീട്ടേണ്ടി വന്നു. യേശുക്രിസ്തുവിൻ്റെ ഭുജബലം മനുഷ്യ സമൂഹത്തിനായി കൊടുക്കേണ്ടി വന്നു. ആ ഒരു ദാനം, ദൈവിക കൃപ എന്ന് നമുക്ക് പറയാം, മേഴ്സി, അതുകൊണ്ടാണ് നമ്മുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കുന്നത്. അനുദപിക്കുന്ന ഒരു മനുഷ്യൻ്റെ പാപം മോചിച്ച് കിട്ടുന്നത് ദൈവം മേഴ്സിഫുൾ ഗോഡ് ആയതുകൊണ്ടാണ്. കരുണാമയനായ ദൈവമെന്ന് പലരും പറയുന്നു. ആ ദൈവത്തിൻ്റെ ആ കാരുണ്യം അനുഭവിക്കുവാനുള്ള ഒരു മനസ്സ് അതെല്ലാവർക്കും കിട്ടില്ല. ദൈവവുമായി താതാത്മ്യപ്പെടുന്ന ആളുകൾക്കേ കിട്ടാറുള്ളൂ. അങ്ങനെ ലഭിച്ച ആളുകളുടെ സാക്ഷ്യമാണ് ദൈവമഹത്വത്തിൽ പാപമോചനത്തിനായി ദൈവത്തെ സമീപിക്കുന്നത്. നോയമ്പുകാലം വളരെ സമർപ്പണത്തിൻ്റെ നാളുകളായി മനുഷ്യരെടുക്കുന്നു. ഫാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള വ്രതാനുഷ്ഠാനങ്ങൾ നടത്തുന്നു. അത് നമുക്ക് തരുന്ന വെളിച്ചം കാൽവരി ക്രൂശിൽ നീട്ടപ്പെട്ട കരങ്ങളാൽ, ആണിത്തുള പകർന്നിരിക്കുന്ന ആ കരങ്ങളാൽ നമുക്ക് ശക്തി തരുന്ന ദൈവത്തിൻ്റെ ഇടപെടലാണ്. ദൈവീയ ഇടപെടൽ ഈ വിധത്തിൽ പ്രാപിപ്പാൻ ക്രൈസ്തവർക്ക് മാത്രമല്ല ദൈവം അനുവാദം നൽകിയത്. ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല ദൈവം
അനുവാദം നൽകിയത്. എല്ലാ മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും അതിനുള്ള അനുവാദം നൽകി. ഏത് ആദർശത്തിൽ നിലനിൽക്കുന്ന ആളായാലും ഈ ഒരു അവസ്ഥ ആഗ്രഹിച്ച് ദൈവം മുൻപാകെ വിനയപ്പെട്ടാൽ ഈ ഒരു സ്വാതന്ത്ര്യവും ഈ ഒരു അനുതാപവും അവനെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിർത്തുവാൻ പ്രാപ്തനാക്കുന്നു. ആ വിഷയമാണ് യേശുക്രിസ്തുവിൻ്റെ കരുണാമയമായ കരങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. ആ ഒരു ദർശനത്തിൻ്റെ ശക്തീകരണമാണ് എന്നെ ഇന്നും ദൈവവേലയ്ക്കായി സഭകളിൽ പോയി സഹായിക്കുന്നതിന് നൽകിയിരിക്കുന്ന ഈ വലിയ ഒരു അവസരം. അതിൽ ഞാൻ കൃതാർത്ഥനാണ്, സന്തുഷ്ടനാണ്. ഇതിലും അധികമായി ദൈവമഹത്വം നിർവഹിക്കുവാനുള്ള കഴിവും അതിനുള്ള അറിവും പ്രാർത്ഥന നിറഞ്ഞ ഒരു ജീവിതവും ദൈവം എനിക്ക് നൽകുവാൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം നമ്മെ അനുഗ്രഹിച്ച് നടത്തട്ടെ.